അതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ ശലോമോൻ ഇപ്രകാരം ഓർപ്പിച്ചിട്ടുണ്ട്: 7 കാര്യം അവന് അറുപ്പാകുന്നു എന്നുള്ള ആഴമായ പ്രസ്താവനയാണ്. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, അറയ്ക്കുന്ന ചില വസ്തുതകളെക്കുറിച്ചാണ് ഈ വാക്യത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ദൈവം വെറുക്കുന്നതും ദൈവത്തിന് അറപ്പ് തോന്നുന്നതുമായ കാര്യങ്ങൾ ചെയ്യുവാൻ തുനിയുന്നവരായിട്ടല്ല, അതിൽ നിന്ന് പൂർണ്ണമായി അകന്നു മാറുന്നവരായി തീരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രത്നം ചൊരിയുന്ന കയ്യ്, തുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാല്, കള്ളസാക്ഷ്യം പറയുന്ന വ്യക്തികൾ, ഇതെല്ലാം ദൈവം വെറുക്കുന്നു എന്നതോടൊപ്പം ദൈവത്തിന് അത് അറുപ്പാണ് എന്ന് പറഞ്ഞിട്ട് ദൈവം അറയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്: സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നത് ദൈവം ഏറ്റവും കൂടുതൽ അറയ്ക്കുന്ന, വെറുപ്പ് തോന്നുന്ന ഒരു ഘടകമാണ്, ഒരു വസ്തുതയാണ് എന്ന് ഓർപ്പിക്കുകയാണ് ഈ വാക്യത്തിനുള്ളിൽ ചെയ്തിട്ടുള്ളത്. നാം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴേക്കുള്ളതായ വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ അതിന് 4-ാമത്തെ വാക്യത്തിനുള്ളിൽ വരുമ്പോൾ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: അവർ കല്ലറകളിൽ കുത്തിയിരിക്കുകയും ഗുഹകളിൽ രാപാർക്കുകയും പന്നി ഇറച്ചി തിന്നുകയും പാത്രങ്ങളിൽ അറപ്പായ ചാറ് നിറയ്ക്കുകയും മാറി നിൽക്ക, ഇങ്ങോട്ടടുക്കരുത്, ഞാൻ നിന്നേക്കാൾ ശുദ്ധൻ എന്ന് പറയുകയും ചെയ്യുന്നു എന്നതാണ്. അനീതിയുടെയും അകൃത്യത്തിൻ്റെയും പാപത്തിൻ്റെയും തിന്മയുടെയും ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുകയും ദൈവത്തിന് അറുപ്പായി തോന്നുകയും ചെയ്യുന്ന നിരവധി പ്രവൃത്തികൾ ചെയ്തിട്ട്, ഞാനാണ് ഏറ്റവും വലിയ ശുദ്ധൻ, എൻ്റെ അരികിലേക്ക് കടന്നു വരരുത്, ഞാൻ അത്രമാത്രം ദൈവത്തോടു കൂടെ വസിക്കുന്നു എന്ന് പറയുന്നു എന്നുള്ളതായ സ്ഥിതിവിശേഷത്തിൻ്റെ പ്രത്യേകത നാം ഗൗരവതരമായി ചിന്തിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ദൈവം നമ്മോട് പറയുന്നത്, ദൈവം വെറുക്കുന്നതും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതുമായ പ്രവൃത്തികൾ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് ദൈവം ഇഷ്ടപ്പെടുന്നതും ദൈവത്തോടു കൂടെ വസിപ്പാൻ കഴിയുന്നതുമായ ഒരു മണ്ഡലത്തിൽ ഞാനും നിങ്ങളും മുൻപോട്ട് പോകണമെന്നു തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആഴമായും ആധികാരികമായും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ശലോമോനും അതുതന്നെയാണ് പറയുന്നത്. ദൈവം വെറുക്കുന്നതും ദൈവത്തിന് അറുപ്പായതുമായ കാര്യങ്ങൾ പൂർണ്ണമായി നാം മാറ്റിവെച്ചുകൊണ്ട് നാം ഇടർച്ചയുണ്ടാക്കാത്തവരും നാം സമാധാനമുണ്ടാക്കുന്നവരുമായി, നാം വഴക്കുണ്ടാക്കാത്തവരായി നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ ഒരുങ്ങണമെന്നുള്ള ദൈവത്തിൻ്റെ വചനമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ സ്നേഹിതരും ദൈവത്തിൻ്റെ പ്രിയരുമായി തീരേണ്ടതിന് ദൈവം വെറുക്കുന്നതും ദൈവം അറയ്ക്കുന്നതുമായ പ്രവൃത്തികൾ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അടുത്തു ചെന്ന് ദൈവത്തോടു കൂടെ വസിക്കുന്നവരായി തീരുവാൻ
നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനെൻ്റെ കേൾവിക്കാരായ നിങ്ങളെ ഏവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞാൻ വിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തോടു കൂടെ വസിപ്പാൻ കഴിയേണ്ടതിന് ദൈവം വെറുക്കുന്നതും ദൈവം അറയ്ക്കുന്നതുമായ വസ്തുതകളിൽ നിന്ന് പൂർണ്ണമായി അകന്നുമാറി വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.